എല്ലാ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി 2, 4, 6 സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇനി പരീക്ഷ മാറ്റിവെക്കുമോ? വിദ്യാർത്ഥിനികൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കാണ്. നിങ്ങൾ മാക്സിമം പേര് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്നതായ വാർത്തയിലേക്ക് തന്നെ കടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ 2, 4, 6 സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കുകയാണല്ലോ. 2ാം സെമസ്റ്ററും 4ാം സെമസ്റ്ററും ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. FIUGP 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ ആരംഭിക്കാൻ പോകുന്ന ഒരു എക്സാമാണ് 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ്, ഈ പരീക്ഷകളെല്ലാം തമ്മിൽ ക്ലാഷ് ആവില്ലേ? 4ാം സെമസ്റ്റർ പരീക്ഷ മാറ്റിവെക്കുമോ? FIUGP 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ മാറ്റിവെക്കുമോ എന്നിങ്ങനെയൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിദ്യാർത്ഥികളുടെ ഒരു കാര്യം പറയാനുള്ളത്, യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടിരിക്കുന്ന ടെൻറ്റേറ്റീവ് ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെയും യൂണിവേഴ്സിറ്റി ടെൻറ്റേറ്റീവ് ഡേറ്റ് ആയിട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിനികളോട് എനിക്ക് ഒറ്റൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. യൂണിവേഴ്സിറ്റിക്ക് ഇനിയും തീരുമാനമെടുക്കാൻ ടൈമുണ്ട്. അതുകൊണ്ട് തന്നെ ടൈം ടേബിളോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളോ ഒന്നും പുറത്തു വിട്ടിട്ടില്ല. ഹാൾ ടിക്കറ്റ് പോലുള്ള കാര്യങ്ങളൊന്നും ഇഷ്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യൂണിവേഴ്സിറ്റിക്ക് ഡേറ്റ് മാറ്റാൻ ഇനിയും ഒരു ഓപ്ഷനും കൂടി യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഉത്തരവ് പറയണത്, ഈ 2ാം സെമസ്റ്റർ പരീക്ഷയും 4ാം സെമസ്റ്റർ പരീക്ഷയും 6ാം സെമസ്റ്റർ പരീക്ഷയും ഒക്കെ ക്ലാഷ് ആവില്ലേ? ഇതും ഓരോന്നും ഓരോ ടൈമിൽ നടത്തുന്നതല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നിന് പുറമെ ഒന്നായിട്ട് നടത്തുന്നതല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു ഉത്തരം പറയേണ്ടത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളോട് ഒറ്റൊരു കാര്യമാണ് പറയാനുള്ളത്, വെയിറ്റ് ചെയ്യുക. ഇനിയും ടൈമുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് അപ്ഡേറ്റ് വരാൻ ഇനിയും ടൈമുണ്ട്. എന്തായാലും നിലവിൽ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നാണ്, മാർച്ച് മാസം 16-ാം തീയതിയാണ്. മാർച്ച് മാസം 16-ാം തീയതി വരെയാണ്. 16-ാം തീയതി ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പം, ഇന്ന് നിലവിൽ ഈ വീഡിയോ ചെയ്യുന്നത് വരെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അപ്ഡേറ്റും വന്നിട്ടില്ല. ഇനി എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും വിദ്യാർത്ഥികളിലേക്ക് അക്കാര്യങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, പരീക്ഷ മാറ്റിവെക്കുമോ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളോട് ഒറ്റൊരു കാര്യമാണ് പറയാനുള്ളത്, മാറ്റിവെക്കുകയും ചെയ്യാം, മാറ്റിവെക്കാതിരിക്കുകയും ചെയ്യാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠനം മുന്നോട്ട് പോവുക. കാരണം ഇനിയും പഠിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. കാരണം യൂണിവേഴ്സിറ്റി പരീക്ഷ മാറ്റിവെക്കുകയോ മാറ്റിവെക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് അവർ ചെയ്യേണ്ട ജോലി അവർ ചെയ്തോളും. പക്ഷെ നമ്മുടെ ജോലി എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ പഠിക്കുകയാണ്. പഠിച്ച് മുന്നേറുക മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ള ഏക വഴി. കാരണം യൂണിവേഴ്സിറ്റി എപ്പോൾ പരീക്ഷ നടത്തി എന്നതല്ല ചോദ്യം. നമുക്ക് സപ്ലി കിട്ടിക്കഴിഞ്ഞാൽ അത് എഴുതിയെടുക്കേണ്ടത് നമ്മുടെ പ്രശ്നം തന്നെയാണ്. നമ്മുടെ ഒരു എന്താണത്, പിന്നെ സപ്ലി വന്നു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായി മാറും. എനിക്കെപ്പോഴും വിദ്യാർത്ഥിനോട് പറയാനുള്ള കാര്യം, ഓരോ സെമസ്റ്റർ കടന്നു പോകുമ്പോഴും അത് അവിടെ വെച്ചങ്ങ് തീർത്തിട്ട് പോകുന്നതാണ് ഏറ്റവും എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങളിപ്പോൾ 1ാം സെമസ്റ്റർ കഴിഞ്ഞപ്പം അതങ്ങ് നിർത്തി 2ാം സെമസ്റ്റർ കഴിയുമ്പോൾ അതങ്ങ് തീർക്കുക, 3ാം സെമസ്റ്റർ കഴിയുമ്പോൾ അതങ്ങ് തീർക്കുക, 4, 5, 6 അങ്ങനെ എന്ത് ചെയ്യുക? ഓരോന്നോരോന്ന് പടികൾ കടന്നു പോകുമ്പോൾ ഓരോന്നോരോന്ന് അവിടെ തീർത്ത് വെച്ചിട്ട് പോവുക. പിന്നീട് ഇപ്പം അവിടെ ബാക്കി വെച്ചിട്ട് പോകാതിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് മുന്നേറാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾക്ക് സപ്ലികളുടെ ഒരു കൂമ്പാരമായിരിക്കും നിങ്ങൾക്കുണ്ടാകുമെന്ന്. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രിക്ക് അപ്പുറം നിങ്ങൾക്ക് എന്ത് ചെയ്യും? കൂട്ടത്തോടെ സപ്ലി ആയിരിക്കും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? അത് എഴുതിയെടുക്കാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും. എന്തായാലും ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നു, മാക്സിമം പഠിക്കുക, മുന്നേറുക. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റുകൾ ഉണ്ടാകുന്ന മുറയ്ക്ക്, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റുകൾ ഉണ്ടാകുന്ന മുറയ്ക്ക് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് ക്രിയ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടപ്പോൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ബൈ.